എന്താണ് ഒരു ഭയങ്കരമായ ശബ്ദം? ഇത് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ ഗ്രാമവാസികൾ കൃഷിയും അത് സംബന്ധിച്ച ജോലികളും ചെയ്തു വരികയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് ഉറങ്ങാനായി വന്ന് കിടക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ ആരോ അലറുന്നത് പോലെ വളരെ ശബ്ദത്തിൽ ബഹളം വെച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഗ്രാമവാസികളെല്ലാം പേടിച്ചു പോയി കതകടച്ച് പേടിച്ച് ഉറങ്ങാൻ കിടന്നു. ആര് ആ അലറുന്ന ശബ്ദം കേട്ട് വീടിന് വെളിയിൽ പോയി നോക്കുന്നുവോ അവർ അടുത്ത ദിവസം തന്നെ രക്തം ഛർദിച്ച് മരിച്ചു കിടക്കുന്നത് കാണാം. പക്ഷേ അത് പിശാചാണോ കള്ളന്മാരാണോ എന്ന് ആർക്കും അറിയില്ല. പ്രഭാതമായ ഉടനെ ഗ്രാമവാസികളിൽ ചിലർ ആൽമരത്തിനടുത്ത് വന്ന്, ഒച്ചയെടുത്തത് പ്രേതമാണോ? ഇല്ല, അത് പിശാചാണ്. എൻ്റെ അച്ഛൻ അതിൻ്റെ കൊലുസിൻ്റെ ശബ്ദം കേട്ടു. ഏയ്, അതൊന്നല്ലടാ. എൻ്റെ അച്ഛൻ പറഞ്ഞത് അതൊരു ആത്മാവാണെന്നാണ്. അതൊറ്റയ്ക്ക് നടന്നു പോകുന്നത് എൻ്റെ അച്ഛൻ തന്നെ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് ഗ്രാമവാസികൾ പലതരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാത്രിയായി. രാത്രി ഒരാൾ ജോലിയെല്ലാം കഴിഞ്ഞ് ധൃതി പിടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അയാളുടെ ഭാര്യയും മകളും നാട്ടിൽ പോയിരുന്നത് കൊണ്ട് അയാൾ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. വീണ്ടും ആ പിശാച് അലറുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവിടെ ആരാണ് ഇങ്ങനെ ഒച്ചയെടുത്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ വീടിന് വെളിയിൽ വന്ന് നോക്കുകയാണ്. അയാളുടെ വീടിന് മുകളിൽ നിന്ന് പിശാച് പറന്നു വന്ന് അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അടുത്ത ദിവസം രാവിലെ അവരുടെ വീട്ടിലേക്ക് വന്ന അയാളുടെ ഭാര്യ അയാൾ മരിച്ചു കിടക്കുന്നത് കണ്ട് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികളെല്ലാം അവിടെ ചുറ്റും കൂടി. കരയാതിരിക്കൂ, എല്ലാവരും ധൈര്യമായിരിക്കൂ, എല്ലാവരും കേൾക്കൂ. ഇന്നു മുതൽ അലറുന്ന ശബ്ദമോ അല്ലെങ്കിൽ കൊലുസിന്റെ ശബ്ദമോ കേട്ടാൽ ആരും വീട് വിട്ട് വെളിയിലേക്ക് വരരുത്. സോമു പറയുന്നത് കേട്ട് എല്ലാവരും അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. സോമു, സോമു, എന്താണമ്മേ? മോനെ, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ, ദാഹിക്കുന്നു. ശരിയമ്മേ. സോമു പോയി അടുക്കളയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ അവിടെ അവന്റെ അമ്മയില്ല. സോമു ഉടനെ വീട്ടിൽ ചുറ്റും നോക്കി. പിന്നെ അവൻ മുൻവശത്ത് വന്ന് നോക്കാൻ തുടങ്ങി. കതക് അടച്ചിരിക്കുകയായിരുന്നു. അമ്മാ, അമ്മാ. അപ്പോ പെട്ടെന്നാരോ പുറകുവശത്തെ കതക് തട്ടുന്നത് പോലെ അവന് തോന്നി. ഉടനെ അവൻ പോയി പുറകുവശത്തെ കതക് തുറക്കുന്നു. അവിടെ ആരുമുണ്ടായിരുന്നില്ല. സോമു, സോമു. അമ്മാ, നിങ്ങൾ എവിടെയാണ്? സോമു, വാ സോമു. അമ്മാ, എവിടെയാണ്? ആ ശബ്ദം പുറകുവശത്ത് കിണറിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നു. സോമു അത് ശ്രദ്ധിക്കുന്നു. ഉടനെ പോയി കിണറിന്റെ ഭാഗത്ത് നോക്കിയപ്പോൾ ആരോ കിണറിന് മുകളിൽ വെള്ള സാരിയുടുത്ത് മുടിയൊക്കെ വിരിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ സോമു പേടിച്ച് പതിയെ നടന്നുകൊണ്ട് ആ കിണറ്റിനടുത്തേക്ക് പോകുന്നു. അപ്പോ പെട്ടെന്ന് തന്നെ അവൾ കരച്ചിൽ നിർത്തി പെട്ടെന്ന് അപ്രത്യക്ഷയാകുന്നു. സോമു ഉടനെ കിണറ്റിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അതിൽ അവന്റെ അമ്മ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഗ്രാമവാസികളെല്ലാവരും സോമുവിന്റെ വീട്ടിലേക്ക് വരുന്നു. സോമുവിനെ ചുറ്റിനിന്ന് ആശ്വാസവാക്കുകൾ പറയുന്നു. സോമു അവന്റെ അമ്മയുടെ മൃതശരീരത്തിന് മുൻപിലായി നിന്ന് കരയുകയാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മയെ കൊന്ന പ്രേതത്തെ ഞാൻ വെറുതെ വിടില്ല. തീർച്ചയായും ഞാൻ പ്രതികാരം ചെയ്യും.
ദേവി, ദേവി, എന്തു പറ്റി? എല്ലാവരും ദേവിയെ പിടിക്കൂ. അവിടെ ഉണ്ടായിരുന്ന 4 പേർ ദേവിയെ പിടിച്ചു നിർത്തി. ഈ കാഴ്ച കണ്ട മറ്റ് ഗ്രാമവാസികൾ പേടിച്ച് പിന്നോട്ട് നടന്നു. ബലി, ബലി, സോമു, നീ എന്നെ കൊല്ലുമോ? നീ എന്നെ തന്നെ കൊല്ലുമോ? നിന്നെ ഇന്ന് കൊല്ലും, കൊല്ലും. സോമു, എത്രയും പെട്ടെന്ന് നീ ഗ്രാമം വിട്ടു പോകണം. അതാണ് നിനക്ക് നല്ലത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ശരി ചിറ്റപ്പ. അങ്ങനെ സോമു പതിയെ സൈക്കിൾ ചവിട്ടി ഗ്രാമത്തിന് വെളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സോമുവിന് സൈക്കിളിന്റെ ഭാരം കൂടുതലായി തോന്നി. ആരോ സൈക്കിളിൽ പുറകിലിരിക്കുന്നത് പോലെ അവന് തോന്നി. സൈക്കിളിൽ ഒരുപാട് ഭാരം തോന്നിയതുകൊണ്ട് അവന് ചവിട്ടാൻ ബുദ്ധിമുട്ടായി തോന്നി. കുറച്ചു സമയത്തിന് ശേഷം സൈക്കിളിൽ പിന്നെയും ഭാരം തോന്നി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ സോമു, 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 പേടിച്ച് നീ പോവുകയാണോ? എന്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വാ സോമു, എന്റെ അടുത്ത് വാ സോമു. ആ ശബ്ദം കേട്ടപ്പോൾ ഉടനെ തന്നെ സൈക്കിൾ നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ റോഡിന് നടുവിൽ ആരോ ഒരു സ്ത്രീ വെള്ള സാരി ഉടുത്ത് മുടിയൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ സോമു പതിയെ ആ പ്രേതത്തെ നോക്കി അവളുടെ മുടി മാറ്റി മുഖം നോക്കിയപ്പോൾ അവൻ ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ വെച്ചു തന്നെ മരണമടയുകയാണ്. ഗ്രാമവാസികൾ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോയി നോക്കിയപ്പോൾ സോമു അവിടെ മരിച്ചു കിടക്കുന്നത് അവർ കണ്ടു. വരൂ, നമുക്കെല്ലാവർക്കും പോയി ഗ്രാമത്തലവനോട് ഈ സംഭവിച്ച കാര്യം പറയാം. തിരിച്ചുവന്ന ഗ്രാമവാസികൾ ബാബുറാവുവിന്റെ കൂടെ അവിടുത്തെ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് ജമീന്ദാറിന്റെ വീട്ടിൽ പോയി നടന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. അയ്യോ, ഇത് വലിയ കഷ്ടമായല്ലോ. 2 ആഴ്ചയായിട്ട് ഞാൻ ഗ്രാമത്തിലില്ലാത്ത കാരണം ഇതൊന്നും അറിഞ്ഞില്ല. ഭയപ്പെടാതിരിക്കൂ, ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തും. നിങ്ങളിപ്പോ പൊക്കോളൂ. ബാബുറാവു ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് അലറുന്ന ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് ബാബുറാവു എണീറ്റ് നോക്കിയപ്പോൾ ആ റൂമിന്റെ ഒരു മൂലയിൽ ഒരു പിശാചിരുന്ന് തന്റെ മുഖം കാണിക്കാതെ മുടി വിരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ബാബുറാവു ബെഡിൽ നിന്ന് ഇറങ്ങിയതും ആ പിശാചിനെ കാണാനില്ല. ആരാണ് നീ? നീ എവിടെയാണ് ഇരിക്കുന്നത്? ബാബുറാവു അവരുടെ വീട്ടിലെല്ലാം നോക്കിയിട്ടും ആരെയും കാണാനില്ല. വീണ്ടും അയാൾ വന്ന് ഉറങ്ങാൻ കിടന്നു. ബാബു, 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 ബാബുറാവ്. ബാബുറാവു ആ ശബ്ദം വെളിയിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി കതക് തുറന്ന് വെളിയിൽ പോയതും വെളിയിലിരുന്ന് ആ പ്രേതം കരയുകയായിരുന്നു. ആ പ്രേതം എഴുന്നേറ്റു നിന്ന് ഒരു കൈയിൽ ബാബുറാവുവിന്റെ ഭാര്യ, മറു കൈയിൽ ബാബുറാവുവിന്റെ മകൾ, 2 പേരെയും പൊക്കിപ്പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്ന് താഴെയിടുന്നു. ബാബുറാവു ദേഷ്യത്തോടെ പ്രേതത്തിനെതിരെ വന്ന് നിൽക്കുന്നു. ആ പിശാച് ബാബുറാവുവിനെയും കൊല്ലുന്നു. എപ്പോഴത്തെയും പോലെ ഗ്രാമവാസികളെല്ലാം ബാബുറാവുവിന്റെ വീട്ടിലേക്ക് വന്ന് മരിച്ചുകിടന്ന ബാബുറാവുവിനെയും ഭാര്യയെയും കുഞ്ഞിനെയും കണ്ട് പേടിച്ച് കരയുകയാണ്. ഭയപ്പെടാതിരിക്കൂ. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. സാറേ, ബാബുറാവിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും ആ പ്രേതം കൊന്നുകളഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാതെ ഭയമായിരിക്കുകയാണ്. ദിവസവും ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ ഇരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. വേണ്ട, പോകരുത്. വേണ്ട, നിങ്ങൾ ഭയപ്പെടരുത്. ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടുപിടിക്കാം. നിൽക്കൂ, പോകല്ലേ എന്ന് ജമീന്ദാർ എത്രയൊക്കെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ
അവിടുത്തെ ഗ്രാമവാസികളെല്ലാം ഉടുത്തിരിക്കുന്ന വസ്ത്രത്തോടുകൂടി വേഗം ഗ്രാമം വിട്ടു പോകുന്നു. ആ ഗ്രാമത്തിൽ ഇപ്പോൾ ജമീന്ദാറും കുടുംബവുമല്ലാതെ മറ്റാരുമില്ല. ആ കരയുന്ന ശബ്ദം കേട്ട് ജമീന്ദാർ ഉറക്കമെണീക്കുന്നു. അവിടെ ടീപ്പോയുടെ മുകളിൽ പ്രേതം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കരയുന്നത് കേട്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നീ ആദ്യം ഈ വീട് വിട്ട് പുറത്തു പോകൂ. പ്രേതം എവിടെ പോയെന്ന് നോക്കാൻ ജമീന്ദാർ വീടിന് വെളിയിൽ വന്ന് നോക്കിയപ്പോൾ റോഡിൽ ജമീന്ദാറിന്റെ ഭാര്യ കാറ്റിൽ പറന്നുകൊണ്ട് ജമീന്ദാറിനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോ ദൂരത്ത് നിന്ന് ഒരു കാറ് വരുന്നു. ജമീന്ദാറിന്റെ ഭാര്യ അപ്രത്യക്ഷയാകുന്നു. ആ കാർ ജമീന്ദാറിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങി, ഈ രാത്രി പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അച്ഛാ? അമ്മയോടെ പോയി. മഹേഷ്, നീയോ? നീ എന്താ ഇപ്പൊ വന്നിരിക്കുന്നത്? ശരി, വാ, നമുക്ക് ഉള്ളിലേക്ക് പോകാം. മകന്റെ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നെണീറ്റ ജമീന്ദാറിന്റെ ഭാര്യ മകനോട്, എപ്പോഴാ മോനെ വന്നേ? അച്ഛാ, നിങ്ങൾ ഈ സമയത്ത് എന്തിനാണ് റോഡിന്റെ അടുത്ത് വന്നു നിന്നത്? ഞാൻ വരുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞേയില്ലല്ലോ. ജമീന്ദാർ നടന്ന കാര്യങ്ങളെല്ലാം മകനോട് വിവരിക്കുന്നു. ഇപ്പൊ ഈ ഗ്രാമത്തില് നീയും ഞാനും നിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പാ, എന്നെ വേഗം ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. ജമീന്ദാറിനൊപ്പം മഹേഷ് ഗ്രാമം ചുറ്റി നോക്കിയപ്പോൾ രണ്ടുപേർക്കും കൊലിസിന്റെ ശബ്ദം കേട്ടു. അപ്പാ, ഞാൻ പറയുന്നത് ഭയപ്പെടാതെ ശ്രദ്ധയോടെ കേൾക്കൂ. ആരോ എന്തോ ആവശ്യങ്ങൾക്കായി ഒരു പ്രേതത്തിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ ഭയപ്പെടുത്തി ഓടിക്കുകയാണ്. എന്നുവെച്ചാൽ, ഞാൻ പഠിക്കുന്ന ഗ്രാമത്തിൽ ഒരു സാമിയെ കണ്ടിരുന്നു. അവരുടെ അടുത്ത് നിന്ന് വശ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. ഞാനത് കുറെ പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ, ധൃതി പിടിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കച്ചാ. ആരോ ഒരാൾ ആ പ്രേതത്തെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, പ്രേതത്തെ വെച്ചാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹേഷ്, ഇതെല്ലാം സത്യമാണോ? അപ്പോ ഇതിനെന്താണ് ഒരു പരിഹാരം? നമ്മുടെ ഗ്രാമത്തിന് ഇതിൽ നിന്നൊരു മോക്ഷം ലഭിക്കുമോ? ഒരു ഗ്രാമത്തലവൻ എന്ന രീതിയിൽ എനിക്ക് ഈ ഗ്രാമത്തെ സഹായിക്കാൻ സാധിക്കുമോ? പറയൂ മഹേഷ്, എന്താണ് ചെയ്യേണ്ടത്? അച്ഛാ, ഞാനിപ്പോ വന്നില്ലേ, ഒന്നും ഭയപ്പെടേണ്ട. ഇനിയുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഞാൻ നോക്കിക്കോളാം. തന്റെ അച്ഛന് ധൈര്യം കൊടുത്ത് വീട്ടിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അച്ഛാ, അമ്മേ, എണീറ്റ് വരൂ, എന്റെ പിന്നാലെ വരൂ. ആ പിശാച് വീടിന് വെളിയിൽ നിന്ന് ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ടിരുന്നു. മഹേഷ് ഉടനെ തന്നെ അവന്റെ പക്കലുണ്ടായിരുന്ന ബോക്സ് തുറന്ന് ഒരു മെഷീൻ ഓൺ ചെയ്യുന്നു. അപ്പോ അവരെ 3 പേരെയും ചുറ്റി ഒരു ചുവന്ന വളയം പ്രത്യക്ഷമാകുന്നു. അത് ഒരു രക്ഷാവലയം പോലെ ഉണ്ടായിരുന്നു. അത് കണ്ട് ഭയന്ന് ആ പിശാച് ഒരു ശില പോലെ അവിടെ നിന്നു. മഹേഷ്, എന്താണിതെല്ലാം? അച്ഛാ, വശ്യമായിരിക്കുന്ന ആ പ്രേതത്തിന് ഇപ്പൊ നമ്മളെ കാണാൻ സാധിക്കില്ല. എപ്പോ ഈ ചുവപ്പ് നിറത്തെ ആ പ്രേതം കാണുന്നുവോ, അപ്പോ ആ പ്രേതം നമ്മൾ പറയുന്നതനുസരിക്കും. ആരാണോ ഈ വശ്യം ചെയ്തത് ഈ ഗ്രാമത്തിൽ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ തീർച്ചയായും ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ പിന്നിൽ ആരായിരുന്നുവെന്ന്. പിറ്റേ ദിവസം രാവിലെ കണ്ണൂർ ഗ്രാമത്തിൽ ഒരു കാർ വന്നു നിൽക്കുന്നു. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ജമീന്ദാറും മഹേഷും ഒളിഞ്ഞു നിന്ന് കാണുന്നു. മഹേഷ്, അത് പ്രതാപാണ്. അവൻ കുറെ വർഷങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട്. ജമീന്ദാർ സാർ, ഈ ഗ്രാമത്തിൽ നിറയെ നിധി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ചേരൂ. നമുക്ക് ഈ ഗ്രാമത്തെ നശിപ്പിച്ച് ആ നിധി പകുതിയായി വീതിക്കാം. ക്ഷമിക്കു പ്രതാപൻ സാറേ, ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് കൃഷിയിലാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ്, നല്ല വിളവ് ലഭിക്കും. നിങ്ങളുടെ കൂടെ കൂടി ഇതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ശരി സാറേ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോൾ പോവുകയാണ്.
മഹേഷ്, ആ പ്രതാപാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. അവൻ ഈ ഗ്രാമവാസികളെ ഓടിച്ചിട്ട് ഇതൊക്കെ തട്ടിയെടുക്കാനാ പരിപാടി. വിടരുതവനെ. മഹേഷ് ഉടനെ മെഷീൻ ഓണാക്കി. അതിൽ ഒരു ബട്ടൺ ഓണാക്കിയപ്പോൾ ശിലയായി നിന്ന പിശാച് പെട്ടെന്ന് ശബ്ദത്തോടെ അലറി, ബലി ബലി, എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. ഇങ്ങനെ ശബ്ദത്തിൽ അലറിക്കൊണ്ടിരുന്നു. ശരി, നിനക്ക് ബലി ഞാൻ തരാം. നിന്നെ വശ്യം ചെയ്ത് അടിമയാക്കി വെച്ചിരിക്കുന്ന ആ പ്രതാപില്ലേ, അവനെ ഇന്നു തന്നെ നീ കൊന്നുകളാ. അതിനുശേഷം നീ ഗ്രാമത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുത്. വന്നാൽ ഈ മെഷീൻ ഉപയോഗിച്ച് നിന്നെ ഞാൻ നശിപ്പിക്കും. വേണ്ട വേണ്ട, എന്നെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ആ പ്രതാപ് എന്നെ ഇത്രയും നാളും ബന്ദിയാക്കിയിരുന്നു. അവനെ കൊന്ന് എന്റെ പക തീർത്ത് ഞാൻ വേഗം ഇവിടെ നിന്ന് പോയിക്കോളാം. മഹേഷിനോട് പറഞ്ഞതുപോലെ അപ്രതാപിനെ കൊന്ന് പ്രേതം ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്നു. ജമീന്ദാർ പറഞ്ഞിട്ട് ഗ്രാമവാസികൾ തിരിച്ച് അവിടേക്ക് വരുന്നു. അന്നു മുതൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അവിടം വിട്ടുപോയ പ്രേതം വീണ്ടും അവിടേക്ക് വരുമോ എന്ന് എല്ലാവർക്കും മനസ്സിൽ ഭയമുണ്ടായിരുന്നു. ഓരോ നിമിഷത്തിലും ഭയം.